വയറിൽ വലിയ വായും മാറിടത്തിൽ തീ പാറുന്ന ഒറ്റക്കണ്ണുമായി തലയും കഴുത്തുമില്ലാത്തൊരു പടുകൂറ്റൻ രൂപം. പേര് കബന്ധൻ. യോജന നീളമുള്ള കൈകൾ ഉപയോഗിച്ച് മുന്നിലുള്ള മൃഗങ്ങളെയും മനുഷ്യരെയും തിന്നു ജീവിക്കുന്ന ഈ രൂപം ഒരിക്കൽ കോമളനായ ഒരു യുവാവായിരുന്നു. ധനുവിന്റെ പുത്രനായ ഇയാൾക്ക് ഘോരരൂപം സ്വീകരിച്ച് വനത്തിലുള്ള മുനിമാരെ ഭയപ്പെടുത്തുക എന്നതൊരു വിനോദമായിരുന്നു. ഇങ്ങനെ രൂപം മാറി സ്ഥൂല ശിരസെന്ന ഋഷിയെ ആക്രമിക്കാൻ എത്തിയപ്പോൾ കോപിഷ്ഠനായ മഹർഷി അപ്പോഴുള്ള അയാളുടെ രൂപം സ്ഥിരമായി ഉണ്ടാകട്ടെ എന്ന് ശപിച്ചു. ശാപമോക്ഷം നിനക്ക് ശ്രീരാമനാൽ തരുമെന്ന് വിധിക്കപ്പെട്ട കബന്ധൻ ബ്രഹ്മദേവനെ പ്രസാദിപ്പിച്ച് ദീർഘായുസ് നേടിയ ശേഷം തനിക്ക് ഇന്ദ്രനോടും പൊരുതാമെന്ന് കരുതിക്കൊണ്ട് ദേവേന്ദ്രനുമായി യുദ്ധത്തിലേർപ്പെട്ടു. ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് പ്രഹരിച്ച് കബന്ധന്റെ തലയും തുടകളും ശരീരത്തിനുള്ളിലാക്കി. അയാൾക്ക് ഭക്ഷണം കഴിക്കാനായി വയറിൽ വലിയ വായും വലിയ കൂർത്ത ദംഷ്ട്രകളും ഇരപിടിക്കാനായി നീണ്ട കൈകളും കൊടുത്ത് ഇന്ദ്രൻ അനുഗ്രഹിച്ചു. സീതയെ അന്വേഷിച്ച് നടക്കുന്ന രാമലക്ഷ്മണന്മാർ കബന്ധന്റെ നീണ്ട കൈകൾ അറുത്തുമാറ്റിയ ശേഷം കബന്ധന്റെ അപേക്ഷ പോലെ അയാളുടെ ശരീരം ദഹിപ്പിച്ച് ശാപമോക്ഷം നൽകുന്നു. പഴയ സുന്ദരനായ രൂപം സ്വീകരിച്ച കബന്ധനാണ് രാമന് സുഗ്രീവനെ പറ്റി നിർദ്ദേശം നൽകുന്നത്.